അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരല്പ കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് സുന്നത്തുകൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമുക്കറിയാം. അപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥന ഏറ്റവും വലിയൊരു ആയുധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകത്താണ് യുദ്ധമെങ്കിലും നമ്മുടെ നാടുകളിൽ അതിൻ്റേതായ പ്രയാസം അനുഭവിക്കും. ഗ്യാസും അതുമായി ബന്ധപ്പെട്ട് പല പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയം പലപ്പോഴും നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമസ്കാരത്തിന് നിൽക്കുന്ന ആ സമയം, നമസ്കാരത്തിനും ബാങ്കിന് ഇഖാമത്തിന് ഇടയിലെ സമയം, അതുപോലെ മഗ്‌രിബിൻ്റെ സമയം, അതുപോലെ സുബഹിൻ്റെ സമയം, അതുപോലെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഫർദ് നമസ്കാരത്തിന് ശേഷം, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രസംഗം കാണുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും നല്ല നല്ല സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി നല്ലൊരു തഖ്വ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന സമയം, അതുപോലുള്ള സമയങ്ങളൊക്കെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കാനും ഒക്കെ ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും, പ്രാർത്ഥനയിലൂടെ കൂടുതൽ അടുക്കാനും, ഈ ലോകത്തിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഫിത്ർ സക്കാത്ത് നൽകണം, അതുപോലെ രാവിലെ കുളിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, സുഗന്ധങ്ങൾ പൂശണം, പള്ളിയിലേക്ക് ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യണം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരികയും ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും പോകുമ്പോൾ വരുമ്പോഴുള്ള ഇത് നമുക്കറിയാമെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഒരുപാട് കുടുംബക്കാരെയും കൂട്ടുകാരെയും ആൾക്കാരൊക്കെ കാണും. അതുപോലെ മറ്റൊരു വഴിയിലൂടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ ആളുകളെ കാണുകയും സംസാരിക്കുകയും തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും എന്ന് പരസ്പരം പറയുകയും സലാം കൊടുക്കുകയും കൈ കൊടുക്കുകയും ഈദ് മുബാറക്ക് പറയുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ അതിലൂടെ നല്ലൊരു, അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസരം, അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ നമുക്കറിയാം. എന്തെങ്കിലും കഴിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കുക. ഈത്തപ്പഴമാണ് കഴിക്കുന്നതെങ്കിൽ 3, 5, 7 ഒറ്റ സംഖ്യയായി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തെറ്റി നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് ഈ തെറ്റി നിൽക്കുന്നവരെ മുണ്ടാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി. ഒരു വാട്സപ്പ്, നമുക്കറിയാം ഇന്ന് വാട്സപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അവരെന്തെങ്കിലും പോസ്റ്റ് വരുമ്പോൾ, സ്റ്റാറ്റസ് വെക്കുമ്പോൾ നമുക്കവരോട് സലാം പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സുഖവിവരങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒന്ന് മുണ്ടി നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു അവസരം കൂടിയാണിത്. നമ്മൾ സലാം പറയുക, അല്ലെങ്കിൽ ഈദ് മുബാറക്ക് പറയുക, അവർക്കൊരു മെസ്സേജ് അയക്കുക അങ്ങോട്ട്. അതുപോലെ നമുക്കറിയാം 3 ദിവസത്തിലധികം നമ്മൾ തെറ്റി നിൽക്കാൻ പാടില്ല. അതുപോലെ ഭയങ്കര ഗൗരവമായ കാര്യമാണ്. അള്ളാഹുലേക്ക് അവൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല എന്ന് വരെ നമുക്ക് ചില ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രയും ഗൗരവകരമായ കാര്യമാണ് ഒരാളുമായി തെറ്റി നിൽക്കുക എന്നത്. അപ്പോൾ മിണ്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. ഇപ്പോൾ അതുപോലെ നിസ്സാര കാര്യത്തിന് വേണ്ടി വലിയ പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകുന്നത്. ഈ അടുത്ത കാലത്ത് വായിച്ചൊരു വാർത്ത നമ്മൾക്ക് അറിഞ്ഞു കാണും. അമ്മായിയമ്മ മരുമകൾക്കൊന്നും ചായ നൽകിയില്ല എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വീഡിയോ ചെയ്യുന്ന കണ്ടു. അപ്പോൾ ഈ ഇറാനും ഈ യുദ്ധങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. കാരണം ഇത്ര നിസ്സാര കാര്യത്തിൽ നമ്മുടെ നാട്ടിലാക്കുമ്പോൾ വലിയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിൽ എന്ത് അത്ഭുതം വയ്ക്കുന്നുവെന്ന് ഒരാളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പിണങ്ങി നിൽക്കുന്നത്. അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം പലപ്പോഴും പലരുമായി വാക്ക് ഉപയോഗിക്കുമ്പോൾ. ചില ആളുകൾ നമ്മൾ പൂർണ്ണമായി പല രീതിയിലും മനസ്സിലാക്കി വെക്കണം എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും, എന്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകും. അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. പലപ്പോഴും ഓൻ അങ്ങനെ പറഞ്ഞത് എനിക്കത് ഭയങ്കര സ്റ്റേക്ക് ചെയ്തു, ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി, ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കാറില്ല. ചില ആളുകൾ, ചില കുട്ടികൾ പറഞ്ഞേക്കാം, എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല, എൻ്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. ചില ആൾ പറയും, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കുട്ടിയായി സംസാരിച്ചപ്പോൾ കുട്ടി പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഒരു പ്രയാസഘട്ടത്തിൽ എൻ്റെ കൂടെ നിൽക്കുക, എൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞില്ല, നല്ല എൻ്റെ പ്രയാസഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാനിടയാകാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല വാക്കുകൾ പറയുക. അല്ല, നമുക്ക് ഭയങ്കര ദേഷ്യത്തിലാണെന്നില്ലെങ്കിൽ പലപ്പോഴും എനിക്കത് പറയാൻ സാധിക്കുമെന്നല്ല, കാരണം അത്രക്കും നമ്മളൊക്കെ പലപ്പോഴും മൗനം എന്നത് നമുക്ക് വളരെ കുറവാണ്. നമ്മളധികം സംസാരിക്കുന്ന ആളുകളാണ് ഞാനൊക്കെ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കുറച്ച് മൗനം പാലിക്കുക. ഒരല്പസമയത്തിന് ശേഷം ചില വാട്സപ്പ് മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ ഒരല്പസമയം നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരല്പം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അത് പറയണോ പറയണ്ടേ, ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ. ഈ അടുത്ത കാലത്ത് സംഭവം, പണ്ടൊക്കെ കത്ത് എഴുതുകയാണല്ലോ. അപ്പോൾ ഒരാളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരാൾ കത്ത് എഴുതി. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി എഴുതാൻ വേണ്ടി നാളെ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വിചാരിച്ചു വേണ്ട, മറ്റൊന്ന് എഴുതാം. അങ്ങനെ തീരുമാനിച്ചിട്ട് അവസാനം അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. കാരണം സ്ഥിര വിമർശനങ്ങൾക്ക് മറുപടി ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ നല്ല നല്ല വാക്കുകൾ പറയുക. അപ്പോൾ ഒരാളെ പ്രോത്സാഹിപ്പിച്ച് ഒരാളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളികൾ പ്രത്യേകിച്ച് പ്രോത്സാഹനവും അതുപോലെ നല്ല കമൻറ്റുകൾ, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയത് നല്ല ഉഷാറാണെന്ന് ഭാര്യയോട് പറയാൻ പോലും, മക്കൾ നല്ലൊരു കാര്യം ചെയ്താൽ, നല്ലൊരു ഹോംവർക്ക് ചെയ്താൽ, നല്ലൊരു മാർക്കോട് കൂടി വന്നാൽ നല്ലൊരു കമൻറ്റ് പറയാൻ പോലും മടിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ മലയാളികൾ.
അപ്പോൾ ഇവിടെയൊക്കെ നല്ല നല്ല കമൻറ്റുകൾ പറയുന്നതും നല്ല വാക്കുകൾ പറയുന്നതും ആ ബന്ധത്തിന് നല്ലൊരു ബൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ നല്ല വാക്കുകൾ പറയാം, നല്ല നല്ല വാക്കുകൾ പറയുക. ഉപ്പ് ഇടങ്ങി നിൽക്കുമായി തെറ്റ് നിൽക്കുന്നവരുമായി നല്ല സംസാരത്തിൽ ഇടപെടുക, അവരുമായി വീഡിയോ കോൾ ചെയ്യുക, സംസാരിക്കുക, അല്ലെങ്കിൽ നല്ല മെസ്സേജുകൾ അയക്കുക. അങ്ങനെയുള്ളൊരു നല്ല ദിവസമായി നമുക്ക് ഈ പെരുന്നാൾ ദിവസമാകട്ടെ. നല്ലൊരു തുടക്കം കുറിക്കാൻ, നല്ലൊരു ബന്ധത്തിലൂടെ നല്ലൊരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, മറ്റും നമ്മൾ ജീവിതത്തിൽ വരുന്ന നിരവധി പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ബേജാറുകൾ, വിഷമങ്ങളെല്ലാം മാറി നല്ലൊരു ദിനം നമുക്ക് നാളെ ഉണ്ടാകുമാറാകട്ടെ. നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.